പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനടുത്തുള്ള കോഴിക്കോട് റോഡിൽ വെള്ളം കയറിയതിനടിച്ചാൽ റോഡ് അടച്ചതാണിപ്പോൾ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ റോഡിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ശക്തമായ മഴയ്ക്ക് ഇവിടെ വെള്ളം കയറിയിരിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കടകളിലേക്ക് വെള്ളം ഇരിച്ചു കയറുന്നത് മൂലമാണ് റോഡ് അടച്ചത്. അതുപോലെ തന്നെ ചെമ്പ്ര റോഡിലും വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ നിയന്ത്രണത്തിനൊക്കെ തന്നെ ആളുകൾ ഇവിടെയുണ്ട്. ബൈപ്പാസിലൂടെയാണ് വണ്ടി പോകുന്നത് ഇപ്പോൾ അല്ലേ? പോകുന്നുണ്ട് വാഹനമൊക്കെ. ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വയനാട്ടിലേക്ക് പോവുകയാണല്ലേ? എത്ര പേരുണ്ട്? ഫയർഫോഴ്സിന്റെ വണ്ടിയിലാണോ പോകുന്നത്? കോഴിക്കോട് നിന്ന് മീൻചന്തയിൽ ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഏതാനും സമയത്തിനുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പേരാമ്പ്രയിലുള്ള ഒരു ടീം തന്നെ ഇപ്പം ഇവിടെ നിന്ന് പുറപ്പെടും. ഒരു ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഏതാനും സമയത്തിനകം വാഹനമെത്തും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരൊക്കെയാ? പേരെന്താ? ഷമീൻ. പേരെന്താ? അനീഫ. ഓക്കെ. ആ ചേച്ചി ഉണ്ടല്ലേ? പേരെന്താ? സൗദ. സബിൻ പള്ളി. അപ്പോൾ ഇത്രയും പേരാണ് ഇവിടുന്ന് വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത്. ഏതാനും സമയത്തിനാവും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവരെല്ലാ തയ്യാറെടുപ്പോടെയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇവർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കാരണം കോരിച്ചെരിയുന്ന മഴയത്ത് പോലും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന ഇവരെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെയൊക്കെ പേരാമ്പ്രപ്പട്ടാണ്. ഇത് ഒരുപാട് വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട്. കടകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഷോപ്പിലേക്ക് വെള്ളം കയറി. ഈ വെള്ളം ചളിയൊക്കെ തന്നെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി അത് പുറത്തേക്ക് നീക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏത് മഴയായാലും ഈ ചെമ്പ്ര റോഡിൽ വെള്ളം എളുപ്പത്തിൽ കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വ്യാപാര സ്ഥാപനത്തിലുള്ളവർക്ക് വലിയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം ഒരുപാട് സാധനങ്ങളാണ് മഴയത്ത് വെള്ളം കയറി നശിക്കുന്നത്. പേരാമ്പ്ര ചെമ്പ്ര റോഡിലെ റൈസ് മില്ല് പ്രവർത്തിക്കുന്നതിൻ്റെ വെള്ളം കയറി. വെള്ളത്തിലാണ് ഞാൻ കാര്യം അങ്ങോട്ട് ചെന്നത്. മിഷൻ തീർന്ന് വെള്ളത്തിനടുത്തിലാക്കി. മിഷൻ കൂടാതെ മറ്റെന്തെങ്കിലും പൊടിക്കാൻ കൊണ്ടാകുന്ന സാധനങ്ങളുണ്ടായിരുന്നോ? തേങ്ങ മാത്രമേ ഉണ്ടായിരുന്നോ? അപ്പം മിഷനൊക്കെ വെള്ളത്തിലായി. റെഡിയാക്കണം. വെള്ളത്തിലാണ്. എൻ്റെ ഫോൺ അടക്കം വെള്ളത്തിലടിയിലായി ആയിപ്പോയില്ലേ? ഓക്കെ. ഇന്ന് രാവിലെ വരുമ്പോൾ ഇത്രയും വെള്ളം കയറുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലേ? ഓക്കെ. പ്രിയപ്പെട്ടവരെ, പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയ്ക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. റോഡ് മഴയത്ത് മുങ്ങിപ്പോയ ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെള്ളം കയറിയിരിക്കുകയാണ്. വാഹനങ്ങളൊക്കെ തന്നെ ബൈപ്പാസ് റോഡിലൂടെയാണ് പോകുന്നത്. വളരെ ശ്രദ്ധാപൂർവമാണ് യാത്ര ചെയ്യേണ്ടത്. കാരണം റോഡിൽ കുഴിയും
വെള്ളവും കെട്ടി നിൽക്കുന്നതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലെ ഒരു ടീം വയനാട്ടിൽ ദുരന്തബാധിത പ്രദേശത്തേക്ക് ഉരുൾപൊട്ടി പിന്നെ അവിടെ കാര്യങ്ങൾ ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള കുറേ യുവാക്കൾ അവിടത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അവർ യാത്ര തിരിച്ചത്. പേരാമ്പ്ര ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ബൈപ്പാസിലാണ്. വാഹനങ്ങൾ ഇതിലാണ് കടന്നു പോകുന്നത്. ബൈപ്പാസിൻ്റെ ഇരുഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കടകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ചാലിക്കര ഒരു വീട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പേരാമ്പ്രയുടെ ചുറ്റുപാടെങ്കിൽ പശുക്കടവ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തോളി റോഡിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വളരെ ശ്രദ്ധാപൂർവമാണ് യാത്ര ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുക. മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ വിശദാംശങ്ങളൊക്കെ പിന്നീട് വരാം. താങ്ക് യു.